എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ആയിട്ട്, ഫാമിലി ഇഷ്യൂ ആയിട്ട് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എല്ലാ യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവിന്റെയും പ്രണവ് കൊച്ചുവിന്റെയും ചാനലിനെതിരെയുള്ള ഓരോ കാര്യങ്ങളാണ്. അത് നമുക്കറിയാം, പിന്നെ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇനിയും ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ചാനലിൽ വീഡിയോ ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഇത്രയും വ്യൂ കിട്ടിയത്ര, ഏകദേശം ഒരു 4.5 പിന്നെ മില്യൺ ഇത് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് പിന്നെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് നല്ല രണ്ടുപേരുടെയും, പ്രണവ് കൊച്ചുവിന്റെയും ചാനലിൽ നല്ല വ്യൂസ് ഉണ്ട്, പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ചാനലിലും നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. കാര്യം ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് എല്ലാ യൂട്യൂബേഴ്സും അത് കയറി വാച്ച് ചെയ്യും. അപ്പൊ യൂട്യൂബേഴ്സ് മാത്രമല്ല, എല്ലാവരും റിയൽ ആയിട്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നവരുടെ ചാനൽ കണ്ടാലും അവര് വേറെ പിന്നെയും കയറി അവരുടെ പ്രൈവറ്റ് ചാനലിൽ നോക്കും. അപ്പോഴത്തേക്ക് എന്തായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ച് അതിലും കയറി ഒന്ന് കാണും. അങ്ങനെ നല്ല വ്യൂസ് രണ്ട് ചാനലിലും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ന് രാവിലെ നോക്കിയപ്പം പ്രണവിന്റെയും പ്രവീണിന്റെയും രണ്ട് ചാനലിലെയും വീഡിയോസ് കാണുന്നില്ല. അന്നേരം അങ്ങനെയാണ് നമ്മുടെ പ്രവീൺ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ടായി, നമ്മൾ പ്രൈവറ്റ് ആക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് വായിച്ചു തരാം. ഞാനും എന്റെ ഫാമിലിയും ഇപ്പോ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പൊക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രവീൺ പറയുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവീൺ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രവീണിനെതിരെ കുറെ പേര് ഇട്ടിരിക്കും. ഭൂരിഭാഗം പേരും പ്രവീണിനെതിരെ. ഈ പ്രവീൺ തന്നെയാണ് പറഞ്ഞ, അച്ഛൻ വന്നിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തു, കൊച്ചു ഇങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ നടത്തിയത് പ്രവീൺ തന്നെയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമേ ഈ യൂട്യൂബേഴ്സും ചെയ്തുള്ളൂ. ഒരു കണ്ടന്റ് കിട്ടി, കാര്യം ഇവര് തന്നെ നല്ല ഭയങ്കര വലിയ ഇതിൽ ആക്ട് ചെയ്തു, വലിയ പിന്നെ എന്താണ് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര നല്ല ഫാമിലിയാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ആക്ട് ചെയ്തു. ലാസ്റ്റ് എല്ലാം കൂടെ കുളവായി കഴിഞ്ഞപ്പോ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു എനിക്ക് അഡ്രസ് ഇല്ല. അങ്ങനെ ഒരിക്കലും പറയണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, കമന്റ്സ് വരും, ഓക്കെ കമന്റ്സ് വരും, കാര്യങ്ങൾ വരും, എന്താ നിങ്ങൾ ഒരുമിച്ചില്ലാത്ത, അച്ഛനും അമ്മയും എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു ഒരുപാട് കമന്റ്സ് വരും. പക്ഷെ അന്നേരം ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു, ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യം അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പിന്നെ പ്രവീണിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും അച്ഛനും അമ്മയും കൊച്ചും കൂടെ വന്നിട്ട് പറഞ്ഞ് പിന്നെ എന്തുകൊണ്ട് അഡ്രസ് ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇവൻ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നു, കുറെ തെളിവുകൾ അടക്കം പൊക്കിക്കൊണ്ട് വന്നേക്കുന്നു. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പറയുക സൈബർ ബുള്ളിങ് ആണ് ഭയങ്കര, എന്റെ ഭാര്യക്കെതിരെ സൈബർ ബുള്ളിങ് ആണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ട് നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചാണ്. എന്തൊക്കെയാണ് ഈ പ്രവീൺ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനാണ് ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു ചാനലാകുമ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും, അതിന്റെ എതിരെ എല്ലാരും പ്രതികരിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് എന്താ കാര്യം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൈവറ്റ് ആക്കി വെച്ചത് കൊണ്ട് ഇനിയും ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ മിക്ക യൂട്യൂബേഴ്സിന്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ 2-3 ദിവസം എന്തായാലും എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റിയിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് യാതൊരു ഗുണവും പ്രവീണിന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വേറെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചുവിന്റെ ചാനലും ഇല്ല. കൊച്ചുവിന്റെ ചാനലിൽ ആകെ
ഒരൊറ്റ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വീഡിയോക്കാണ് മില്യൺ കണക്കിന് വ്യൂസും വന്നേക്കുന്നത്. അപ്പൊ ഈ പിന്നെ ആ ചാനലിലും സംഭവമില്ല. ഇതെന്താ ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇതിന്റെ ബലമായ സംശയം ഞാനൊന്ന് പറയുവാണ്. ഇപ്പോ നമ്മുടെ കൊച്ചുവും ഫാമിലിയും ചിലപ്പോ ഇവനെ വിളിച്ചു പറയും. കാരണം കൊച്ചുവിന് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ട്. കാര്യം ഇവരെക്കാളും കൂടുതൽ സൈബർ ബുള്ളിങ് കൊച്ചുവിനാണുള്ളത്, കൊച്ചുവിനും ഫാമിലിക്കും ആണുള്ളത്. കാര്യം അവൻ സഹിക്കവയ്യാതെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക വരെ ചെയ്തു കഴിഞ്ഞു. ഇന്നലെയായിരുന്നു സംഭവം. രാവിലെ മുതൽ കമന്റ് ബോക്സ് ഓഫാണ്. അതിനു മുന്നേ തന്നെ അതിനടിയിൽ പൊങ്കാലയായിരുന്നു. സത്യം പറഞ്ഞല്ലോ, പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ അച്ഛനും അമ്മേനും ഇനി വിളിക്കാത്ത തെറികളില്ല, അതുപോലെ തന്നെ അവനെ വിളിക്കാത്ത തെറികളില്ല. എന്തായാലും അവർക്ക് ഒരു മനസ്സിനൊരു ഇതുണ്ടാവുമല്ലോ, ഒരു എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവരെ അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഇടിച്ചിട്ടുണ്ട്. ഈ അമ്മയും അച്ഛനും കൊച്ചുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഇനി അവരുടെ കയ്യിൽ വീഡിയോ കാണും. ഒന്നും പ്രതീക്ഷിക്കാതെ പുള്ളിക്കാരൻ ആ വീഡിയോ എടുത്തിട്ടത്. പക്ഷെ ഇവരുടെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, തെളിവുകളുണ്ടെന്നൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഇവര് വെറുതെ ഇരിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ ആരാണേലും പ്രതികരിച്ചു പോകും. അതാണ് പ്രവീൺ ചെയ്തത്. പ്രവീണും അതങ്ങ് എടുത്തിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഇതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഇവർക്ക് കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഇടായിരുന്നു. പക്ഷെ അങ്ങനെ ഇടത്തില്ല. അവര് മോണിറ്റൈസ് ഓണാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടുപേർക്കും നല്ലൊരു വരുമാനം ഈ മാസം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വേറൊരു കാര്യം കൂടി എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ എനിക്ക് തോന്നുന്നത് കൊച്ചുവും ഫാമിലിയും വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ വല്ലതും പ്രവീണെ വിളിച്ചു കാണും. പ്രവീണെ വിളിച്ചിട്ട് പറഞ്ഞു കാണും, എനിക്ക് പറ്റുന്നില്ല മോനെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വസ്ഥതയില്ല, പിന്നെ മൊത്തം സൈബർ ബുള്ളിങ്ങും കോളിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു കാണും. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഒന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഇവനെ വിളിച്ചിട്ടുണ്ടാവും, ഇവനെ വിളിച്ച് കരഞ്ഞു കാണും. അപ്പൊ ഇവൻ ഓർത്തു കാണും, അന്ന് എന്തിനാണ് വെറുതെ ഒരു വിഷയം വേണ്ട എന്ന് വെച്ചാൽ ചിലപ്പോ പറഞ്ഞു കാണും, എന്നോട് മാപ്പ് ഞങ്ങൾ ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വരത്തില്ല, നമുക്ക് ഇനി നല്ല രീതിയിൽ പഴയ പോലെ പോകാം എന്ന് വല്ലതും പറഞ്ഞു കാണും. അങ്ങനെ ഒരു ഇത് കൊടുത്തു കാണും. അതായിരിക്കും ചിലപ്പം അത് പിന്നെ ഒരു പ്രൈവറ്റ് ആക്കി. അതുപോലെ തന്നെ പ്രവീണും പറഞ്ഞാണ്, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളും അതുപോലെ പ്രൈവറ്റ് ആക്കിയത് എന്നെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും ചെയ്തതായിരിക്കാം. ഇനി അതല്ലാതെ ഒരു ചാൻസും കൂടി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആണല്ലോ, ഈ പ്രഗ്നന്റ് ലേഡിയെ ഉപദ്രവിച്ചതും എല്ലാം കൂടെ കൊണ്ട് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോ വനിതാ കമ്മീഷനിലോ അവർക്ക് വല്ലതും തോന്നി. എല്ലാരും വീഡിയോസ് കാണുന്നവരാ. ഇതിൽ ആരെങ്കിലും ഒരാൾ വീഡിയോസ് കണ്ട് ഇങ്ങനെ ചിലപ്പോ അവര് കേസെടുത്ത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചിലപ്പോ ഇവരെ ഫാമിലീസിനെ വിളിപ്പിച്ചിട്ടുണ്ടാവും. വിളിപ്പിച്ചിട്ട് പറഞ്ഞു കാണും, ഒന്നെങ്കിൽ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ചിലപ്പം പിന്നെ നമ്മുടെ മൃദുലയും പ്രവീണും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ അവർക്ക് കേസ് കൊടുക്കാനായിരുന്നെങ്കിൽ നേരത്തെ കേസ് കൊടുക്കാമായിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ പറഞ്ഞു കാണും, കേസൊന്നും കൊടുക്കണ്ട, പിന്നെ എന്താണ്, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അല്ലേ, എന്തായാലും ഇനി കേസും കാര്യങ്ങളും ഒന്നും വേണ്ട, അവർ കോടതി ഇറങ്ങി നടക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോ അവർ പറഞ്ഞു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കേസൊന്നുമില്ല, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പം പറഞ്ഞു കാണും, എങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും വീഡിയോ പ്രൈവറ്റ് ആക്കിക്കോ, ഇനി സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ കൊച്ചുവിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്നുമില്ല, വെറും വീഡിയോ മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പക്ഷെ ഇവൻ ഈ പറഞ്ഞ ഇതിലോട് എനിക്ക് ഒരു യോജിപ്പില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കാരണം എന്റെ കുടുംബത്തിന് വല്ലതും സംഭവിക്കും, എന്റെ കുടുംബം നഷ്ടപ്പെട്ടേക്കാന്നൊക്കെ പറയുന്ന അതിലെന്തർത്ഥമാണുള്ളത്? കാര്യം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ബാക്കിയുള്ളവര് സൈബർ ബുള്ളിങ്, ഇപ്പൊ ബാക്കിയുള്ളവരായി ഇവരുടെ തെറ്റുകാര്. അതാണ് ഇപ്പൊ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പൊ വീട്ടുകാരെല്ലാരും ഒന്നായി, ബാക്കിയുള്ളവര് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ വീട്ടുകാരൊന്നായി, ബാക്കി വന്ന യൂട്യൂബേഴ്സും സപ്പോർട്ട് ചെയ്ത ആൾക്കാരും എല്ലാരും പുറത്തായി. അതായിരിക്കും ഇപ്പം എനിക്ക് തോന്നുന്നതാണ്. കാര്യം ഇവരെ ഇപ്പം സൈബർ ബുള്ളിങ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും പ്രവീണിനെയും മൃദുലയെയും ആയിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാരും പ്രവീണിന്റെയും മൃദുലയുടെയും കൂടെയാ. കാര്യം അവരെയാണ് ഇപ്പം അവരുടെ സബ്സ്ക്രൈബർ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം കൊച്ചുവിന്റെയും സബ്സ്ക്രൈബർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4ന് മേലിൽ പോയതാണ്, എന്നിട്ടും അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? കൂടി വന്നിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നെ ഇവന്റെ കൂടെയാണ് ഇപ്പൊ സപ്പോർട്ട് എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇനി അങ്ങോട്ട് ആണെങ്കിലും
പ്രവീണിനെയും മൃദുലയും ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ അല്ലേ ഇവനിങ്ങനെ പറഞ്ഞത്. അത് ഭയങ്കര മോശമായി പോയി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ കണ്ട, ഞാനും എന്റെ ഫാമിലി ഇപ്പൊ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ പോവാണെന്ന്. അതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടത്തില്ലെന്ന്. പിന്നെന്തിനാ ഇതൊക്കെ വന്ന് വിളമ്പാൻ പോയത് അല്ലെ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ വന്ന് വിളമ്പിയത് ആരാ? ഞങ്ങളാണോ? നമ്മൾ ആരെങ്കിലും ആണോ വന്ന് വിളമ്പിയത്? ഇല്ല. ആണോടാ? ഇല്ല. പിന്നെന്താ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് അവര് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നത്. എവിടെയാണ് റീച്ചിന് വേണ്ടിയിട്ട് പിന്നെ വളച്ചൊടിച്ചത്? കാരണം മിക്ക ആൾക്കാരും കറക്റ്റ് കാര്യങ്ങൾ വീഡിയോ സഹിതമാണ് ഇടുന്നത്. ആരും വളച്ചൊടിച്ചൊന്നും ഇടുന്നില്ല. പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ട കുറച്ചു പേരുണ്ട്, അവരുടെ ഇതിൽ വളച്ചൊടിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, മറ്റേ പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂയുടെ താഴെ വന്ന പിന്നെ കമന്റ്, മറ്റേ മധുബാൽ കൃഷ്ണ, ആ ഒരു പിന്നെ കമന്റ് ആണ് ഇവരെ പൊള്ളിച്ചതെന്ന് എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇവരുടെ ഫാമിലി, ഇവരുടെ ഈ അച്ഛനും അമ്മയും കൊച്ചുവിന്റെ ആണെങ്കിലും പ്രവീണിന്റെ ആണെങ്കിലും ഫാമിലിയിൽ ഇപ്പൊ വിഷയം വന്നേക്കുന്ന ഈ മധുബാൽ കൃഷ്ണയുടെ ആ കമന്റുകളൊക്കെ എന്തായാലും ഇവര് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ അന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവര് ചിലപ്പോ പേടിച്ചു കാണും. എല്ലാരും ഇനി വേറെ ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്ത് വിളമ്പുവോ? മനസ്സിലായോ? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബക്കാരൊന്നും ഇവരെ അടുപ്പിക്കത്തില്ലല്ലോ. ഈ കുടുംബത്ത് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇനി വളച്ചൊടിച്ച് ഇനി ഇതിനകത്ത് വന്ന് പിന്നെ നാണക്കെട്ട് തോർത്തും ഒക്കെ വിരിച്ചിട്ട് തലവഴിയിട്ട് നടക്കേണ്ട അവസ്ഥ വരുമോ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോ ഈ പ്രശ്നം ഇവിടം കൊണ്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇവിടം കൊണ്ട് വെച്ച് അങ്ങ് നിർത്തിയേക്കാം. ഒരു രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് നിർത്തിയേക്കാന്നൊക്കെ വിചാരിച്ചത് ചിലപ്പം അതായിരിക്കാം കാരണം കേട്ടോ. പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രവീൺ വന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല. പിന്നെ പറയുന്നത് എന്തോന്ന്, പിന്നെ വളച്ചൊടിച്ചതിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടായത് കൊണ്ടാണെന്ന്. അത് ഓക്കെ, അതവന്റെ കാര്യം. ഓക്കെ, സമ്മതിച്ചു. ഇതിന്റെ പേരിൽ ഫാമിലി ലൈഫ് നഷ്ടപ്പെടുമോന്ന് ഉള്ളത് കൊണ്ടാണെന്ന് ഇത് ഡിലീറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്നത്. ഇതിന്റെ പേരിൽ ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അത് പ്രവീൺ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. കാര്യം കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വീഡിയോസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലുകാരിട്ടത് എടുത്ത് റിയാക്ട് ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കമന്റ് ബോക്സ് ഓഫ് ആക്കിയത് കൊണ്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം കൊച്ചു കമന്റ് ബോക്സ് ഓഫ് ആക്കി, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം വേറെ വീഡിയോയുടെ അടിയിൽ വന്ന് പൊങ്കാല ഇടാലോ. അതല്ല ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ ഇഷ്ടം പോലെ പൊങ്കാലയാ അതിനകത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും പിന്നെ എന്തായാലും കാണിച്ചവരാണ്, അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. കർമ്മ എന്നൊന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കൊച്ചും ഫാമിലിയും കാണിച്ചതേ തിരിച്ചു കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പ്രവീണിനും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതായിരിക്കും. സത്യം പറഞ്ഞ വേറൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അച്ഛൻ ജോലിക്കൊക്കെ പോകുന്നതല്ലേ. അപ്പൊ എല്ലാരും ഇതൊക്കെ ചോദിച്ച് ഭയങ്കര നാണക്കേടായി കാണും. ആ കംപ്ലീറ്റ് ഒന്നാമത് ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ ഇവരോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പിണക്കൊക്കെ ആണല്ലോ. അപ്പൊ അവർക്കൊക്കെ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ ഒരു വിഷയം നടക്കുന്നത്. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ അതും ഉണ്ട്. അതുപോലെ തന്നെ മൃദുലയ്ക്കും ഉണ്ട് ഒരു ഫാമിലി, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ പ്രവീണും മൃദുലയ്ക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ മൊത്തത്തിൽ നാറിയിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നമ്മളാണ് നയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യം നിങ്ങളായിട്ട് തന്നെ പുറത്തേക്ക് ഇറക്കിയതാണ്. നമ്മൾ ആരും നിർബന്ധിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളായിട്ട് തന്നെ വന്ന് ഇരുന്ന് കരഞ്ഞു കൂവി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരല്ലേ, കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ നിങ്ങൾ ആരും. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരും, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊങ്കാല ഉണ്ടാവും, നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾക്കും ഒരു ബോധം വേണമായിരുന്നു. ഇതൊന്നും നടത്തരുതായിരുന്നു. അന്നേരം ഇതൊന്നും വിളിച്ചു ഓതരുതായിരുന്നു ആദ്യം. അപ്പൊ ഇതിപ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കുക. അല്ലാണ്ട് നമ്മളെ യൂട്യൂബേഴ്സിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി പുറത്തുള്ള ജനങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
ഇതിപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയാവുന്ന കാര്യം, നിങ്ങളും യൂട്യൂബേഴ്സ് ആണ്. അപ്പം ഇത് സോഷ്യൽ മീഡിയ ആണ് മിസ്റ്റർ. ഈ സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു കണ്ടന്റ് നോക്കിയിരിക്കുന്ന ടൈമിലാണ് നിങ്ങളെന്ന് വെച്ചാൽ പ്രമുഖ വ്ളോഗേഴ്സ് ആണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എന്തായാലും ആൾക്കാർ റിയാക്ട് ചെയ്യും. അതിൽ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അതാദ്യം മനസ്സിലാക്കുക. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ വന്നതില് പിന്നെ ഗുണങ്ങളും ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കപട നാടകം കളിക്കുന്നവരെയാണല്ലോ ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ലജ്ജ തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ ഇത്രയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാര്യം ഒത്തിരി ലേഡീസ് പിന്നെ കല്യാണം കഴിഞ്ഞവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, ഇതുപോലൊരു ഫാമിലിയിലേക്ക് കയറി ചെന്നാൽ മതിയായിരുന്നു. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇതുപോലൊരു ഫാമിലി ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. കാര്യം ഫുൾ എൻജോയ്മെന്റ്, അച്ഛനും അമ്മയൊക്കെ ഫ്രണ്ട്സിനെ പോലെ, പിന്നെ അനിയനാണെങ്കിലും നല്ല സ്വന്തം അനിയനെ പോലെ, ഒരു ഇതുമില്ല, വീട്ടിലെല്ലാരും പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന മരുമോളെ, അങ്ങനെ ഭയങ്കര ഇത്. അപ്പൊ ഞാനും ഓർത്ത് നല്ല എന്തൊക്കെ ഫാമിലി. പക്ഷെ ഇത്രയും പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, മൃദുല പറയുന്നുണ്ട്, ചെന്ന് കയറിയപ്പോ മുതൽ എന്നെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ പോലും അല്ല കാണുന്നത്. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തും, വീട്ടുകാരെല്ലാരും കൂടെ സംസാരിക്കും, എന്നെ മാത്രം മാറ്റി നിർത്തും എന്നൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പുറമെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പുറമെ ഇങ്ങനെ കിടന്ന് ആക്ട് ചെയ്തത് ഇതാ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യം വന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെവരെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ ഇനി എന്തായാലും ഇവർക്ക് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഈ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇവരിങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത്. ഒരാള് പോലും എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ ഒരു കണ്ടന്റ് ആക്കാത്ത ആരും ഉണ്ടാകുന്നില്ല. എന്റെ ചാനലിന്റെ അടിയിൽ വന്ന് ഓരോരുത്തർ പറയുന്നു, നിങ്ങൾ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് ചെയ്യാത്ത ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടോ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. മിക്ക യൂട്യൂബേഴ്സും, ഭൂരിഭാഗം പേരും ഈ യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി വ്ലോഗ്സ് എടുക്കുന്നവർ വരെ ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ട് കൂട്ടർക്കും തെറ്റു പറ്റിയിട്ടുണ്ട്. ഇപ്പം പ്രവീണിന്റെ കുടുംബത്തിനാണെങ്കിലും കൊച്ചുവിന്റെ കുടുംബത്തിനാണെങ്കിലും രണ്ടുപേരും ഇതിനകത്ത് വന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ്. ആദ്യം പ്രവീൺ വന്ന് ഇത് പറഞ്ഞു, പക്ഷെ വേറൊന്നും പ്രവീൺ പറഞ്ഞില്ല, നൈസായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇവർക്ക് കൊണ്ടു, അഡ്രസ് ഇല്ലെന്ന് പറഞ്ഞത് ഇവർക്ക് കൊണ്ടു. ഇവര് വന്ന് പിന്നെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പ്രവീണിന് ദേഷ്യപ്പെട്ട് പ്രവീൺ ഇതെല്ലാം കൂടെ ഉള്ള തെളിവുകളൊക്കെ നിരത്തി പറഞ്ഞു. പക്ഷെ ഇനി തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല കൊച്ചുവിന്റെ ഫാമിലിക്ക്, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയത്. പിന്നെ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രവീണെ എന്തായാലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.